മുസ്ലിം സമുദായത്തിൽ മതാചാര പ്രകാരമെന്ന ധാരണയിൽ നടക്കുന്ന ചേലാകർമ്മം ഇസ്ലാമികമല്ലെന്നും ബാലാവകാശ ലംഘനമാണ് എന്നുമുള്ള പരാതിയിൽ ചൈൽഡ് ലൈൻ കമ്മീഷൻ നടപടിയെടുത്തില്ലെന്ന് പരാതി. ബാലുശ്ശേരി സ്വദേശി അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലിയാണ് തെളിവുകൾ സഹിതം ചൈൽഡ് ലൈൻ കമ്മീഷന് പരാതി നൽകിയത്. സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ മതസംഘടനകളെ എതിർകക്ഷിയാക്കിക്കൊണ്ടാണ് പരാതി. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ഏറ്റവും നല്ല രീതിയിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെന്നാണ്. അപ്പോൾ ആ ദൈവ സൃഷ്ടിക്ക് ഒരു കോട്ടം വരുത്തുക, ഒരു തിരിച്ചറിവ് ഇല്ലാത്ത കാലത്ത് തന്നെ അത് മാറ്റുക എന്ന് പറയുന്നത് ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. കേരള സ്റ്റേറ്റ് ചൈൽഡ് ലൈൻ കമ്മീഷനിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു കംപ്ലൈൻറ്റ് സമർപ്പിച്ചിരുന്നു. പക്ഷേ അവരത് യാതൊന്നും മുഖവിലക്കെടുക്കാതെ വളരെ സിമ്പിളായിട്ട് അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ മതത്തിൽ തന്നെ പറയുന്നത് പിന്നെ ഒരു പ്രവാചകൻ 80ാമത്തെ വയസ്സിലാണ് ഈ ഒരു ചേലാകർമ്മം ചെയ്തതെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലും 80 വേണ്ട, ഈ കുട്ടിക്ക് ഒരു പ്രായപൂർത്തിയാവുന്ന കാലം വരെ 18 വയസ്സിന് ശേഷം വേണമെങ്കിൽ ഈ കുട്ടി അത് ചെയ്യട്ടെ എന്നുള്ളതല്ലാതെ മറ്റേ ഇപ്പം ചെയ്യുന്ന ഈ കാര്യങ്ങൾ മതപരമല്ല, തീർത്തും ഖുർആൻ വിരുദ്ധമാണ്. പിന്നെ മതപരമായ യാതൊരു അടിസ്ഥാനവും അത് കാണാൻ സാധിക്കുകയില്ല. ഈ മണിക്കൂറിൽ ചർച്ചയ്ക്ക് എടുക്കുന്നത് വിവരങ്ങളുമായി ആദ്യം ചേരുന്നത് അനഘ ഹർഷനാണ്. അനഘ, ഗുരുതരമായ കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലി ചൂണ്ടിക്കാട്ടുന്നത്. അതും അദ്ദേഹം തെളിവ് സഹിതമാണ് ചൈൽഡ് ലൈൻ കമ്മീഷന് പരാതിയും നൽകിയത്. എന്തൊക്കെയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്ന സത്യങ്ങൾ? രാഖി, ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് കാക്കൂരിൽ വെറും 2 മാസം മാത്രം പ്രായമായ ഒരു ആൺകുഞ്ഞാണ് കഴിഞ്ഞ ദിവസം ചേലാക്രമം നടക്കുന്നതിനിടയിൽ മരണപ്പെട്ടത്. ഇതേ സമാനമായ സംഭവം കേരളത്തിന്റെ മറ്റു പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ചേലാകർമ്മം നടക്കുന്നതിനിടയിൽ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നത് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള അബ്ദുള്ള ഷഫീഖ് അലി ഈ സ്റ്റേറ്റ് ബാലാവകാശ കമ്മീഷന് ഒരു പരാതി നൽകുന്നത്. ഈ വെറും ഒരു പരാതി മാത്രമായിരുന്നില്ല, അത് കൃത്യമായി കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഒരു പരാതിയായിരുന്നു അത്. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് സതി നിർത്തലാക്കിയതുപോലെ ഇത്തരത്തിൽ ചേലാകർമ്മവും നിർത്തലാക്കണം. ചേലാകർമ്മം ഒരിക്കലും അത് മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം മതത്തോട് ചേർത്ത് വെക്കേണ്ട ഒന്നല്ല. ഖുറാനിൽ ഇത്തരത്തിലൊരു കാര്യം പ്രതിപാദിക്കുന്നില്ല. ഖുറാൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ആ കാര്യം പോലും അതിൽ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. അതായത് ഖുറാനിൽ മനുഷ്യനെ പറ്റി ഖുറാനിൽ പ്രതിപാദിക്കുന്നത് മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യനെ ഖുറാനിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല രൂപത്തിലാണ് എന്നാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബാലാവകാശ കമ്മീഷന് ഈ ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള ഈ അബ്ദുള്ള ഷഫീഖ് അലി പരാതി നൽകിയത്. ഈ പരാതിക്ക് മേൽ ഒരു നടപടിയും ബാലാവകാശ കമ്മീഷൻ എടുത്തിരുന്നില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പരാതി അയച്ചതിന് ശേഷം ഈ ബാലാവകാശ കമ്മീഷൻ നൽകിയിരിക്കുന്ന ഒരു മറുപടിയാണ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടിയാണ്. അതിങ്ങനെയാണ്: താങ്കൾ സമർപ്പിച്ചിട്ടുള്ള പരാതി വിഷയം കമ്മീഷന്റെ അധികാര പരിധിക്ക് പുറത്തായതിനാൽ പരാതി 2012 കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചട്ടങ്ങളിലെ ചട്ടം 28 പ്രകാരം പ്രഥമ ദൃഷ്ട്യാ തള്ളിക്കൊണ്ട് ഉത്തരവിറക്കുന്നു. അതായത് ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന പരാതി തള്ളുന്നു എന്നാണ് ഈ ബാലാവകാശ കമ്മീഷൻ ഈ മറുപടിയായി നൽകിയിരിക്കുന്നത്. ഡോക്ടർ ആരിഫ് ഹുസൈൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹം. ശ്രീ ആരിഫ് ഹുസൈൻ, വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. അതും ഇസ്ലാമികമല്ല എന്ന് അവർ തന്നെ ചൂണ്ടിക്കാട്ടപ്പെടുന്ന ചേലാകർമ്മം, അതും 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് നടത്തിയിരിക്കുന്നത്. അതും ഒടുവിൽ ആ കുഞ്ഞിന്റെ ജീവൻ എടുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? 2 മാസം പ്രായമായ ഒരു കുട്ടിക്ക് ഈ പറയുന്ന അവയവത്തിന് എന്തെങ്കിലും ഒരു തകരാറ് വന്നിട്ടാണ് ഈ പറയുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ടോട്ടലി മെഡിക്കലി അൺനെസസറി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഇവിടെ ഇത്തരത്തിലുള്ള ചേലാക്രമം എന്ന പേരിൽ, മതത്തിന്റെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അവോയ്ഡബിൾ ഹെൽത്ത് കെയർ ബേർഡൻ ആണെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഏതൊരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ, ഇനിയിപ്പോൾ ഒരു പല്ല് പറിക്കുമ്പോഴാണെങ്കിൽ പോലും അതിനൊരു റിസ്ക് ഉണ്ട്. അപ്പൊ ആ റിസ്ക് എന്ന് പറയുമ്പോൾ പ്രായത്തിനനുസരിച്ചും കുട്ടി ആണെങ്കിൽ അതിനനുസരിച്ചൊക്കെ ഒരു കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു കാര്യം.
ഇതിലിപ്പോ ഈ കുട്ടി മരണപ്പെടുന്ന ഒരു അവസ്ഥ കൂടി വരുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു തരത്തിലും ആവശ്യമില്ലാത്ത മെഡിക്കലി അൺനെസസറി ആയിട്ടുള്ള ഒരു നോൺ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇൻഹറന്റ് ആയിട്ടുള്ള ആ റിസ്ക് അത് കണക്കിലെടുക്കാതെ ഈ പാരന്റ്സ് മതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന വേളയിൽ ഇതുപോലെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസം എന്ന നിലയ്ക്ക് നമ്മൾ നടത്തുന്ന അതിനെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ കൂട്ടിക്കെട്ടിക്കൊണ്ട് തന്നെ ഇതിനെ എതിർക്കേണ്ടതുണ്ട്, നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. പിന്നെ ഇതിലിപ്പോ ഈ ബാലാവകാശ കമ്മീഷന്റെ ഒക്കെ കാര്യം പറയുമെങ്കിൽ വലിയ തമാശയായിട്ട് മാറുകയാണ്. കാരണം സ്കൂളിലെ ബാഗിന് ഒരു വെയിറ്റ് 1/2 കിലോ കൂടിയാൽ ചാടി വീണ് കേസെടുക്കുന്ന ആളുകൾ ഇതുപോലെ കുട്ടികൾ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ 69 ദിവസം പ്രായമായ ഒരു കുട്ടിയാണ് ചേലക്കർമ്മം കഴിഞ്ഞിട്ട് ബ്ലീഡിങ് വന്ന് മരിച്ചത്. അപ്പൊ ഇതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ലാതെയായി മാറുന്നു എന്ന് വരുന്നിടത്ത് ഇതൊക്കെ നോക്കുകുത്തികളായിട്ട് മാറുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവിടുത്തെ സ്റ്റേറ്റ് പോലും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതിന് ഒരു വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് ഇവിടെ വരുന്നു. ഇതെല്ലാമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അന്ധവിശ്വാസത്തിന് തഴച്ചു വളരാൻ പറ്റിയൊരു മണ്ണായിട്ട് കേരളം മാറുന്നു. അത് ഇസ്ലാമിക അന്ധവിശ്വാസമായാലും അങ്ങനെ തന്നെ. ചേലാകർമ്മം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക അന്ധവിശ്വാസത്തിന്റെ പേരിലുള്ള ഒരു ദുരാചാരമാണ്. ഓക്കെ, ശ്രീ ആരിഫ് ഹുസൈൻ ഒരിക്കൽ കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ ചേലാകർമ്മം എന്ന് പറയുന്നത് ഇസ്ലാമിക മതാചാരമാണോ? കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ 69 ദിവസം മാത്രം പ്രായമായ കുഞ്ഞ് ബ്ലീഡിംഗ് വന്ന് മരിച്ചു എന്ന് പറയുന്നു. വീണ്ടും ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അപ്പോൾ ഇതൊരു ഇസ്ലാമിക മതാചാരത്തിന്റെ ഭാഗം തന്നെയാണോ? ഈ ചേലാകർമ്മം എന്ന് പറയുന്നത് ഒരു ഗോത്രാചാരം, ഒരു പ്രാചീന ഗോത്രാചാരമാണ്. ഇത് സെമറ്റിക് മതങ്ങൾ വളർന്നു വന്ന മേഖലയിൽ ഇത് വളരെയധികം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജൂതമതത്തിലും ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും അത് കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ജൂതന്മാരാണെങ്കിൽ പോലും അതിനകത്ത് ഒരു സെക്യുലർ ആയിട്ടൊക്കെ നിൽക്കുന്ന ജൂതന്മാരും അല്ലാതെ മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ലിബറൽ ആയിട്ടുള്ള ജൂതന്മാരൊക്കെ ഇന്ന് അത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് പോലും ഇന്നും ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ അത് നിഷ്കർഷിച്ച് കൊണ്ട് അത് നിർബന്ധം എന്നുള്ള രീതിയിൽ തന്നെ ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഇസ്ലാമിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇസ്ലാമിക അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നിയമത്തിൽ പറയുന്നത് സ്ത്രീക്കും പുരുഷനും ഇത് ചെയ്യേണ്ട കാര്യമാണ്. അത് തന്നെ ആഫ്രിക്കൻ മീന റീജിയനിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ അത് ചെയ്തു വരുന്നത്. ഇന്ത്യയിലും ബോറ കമ്മ്യൂണിറ്റിയിൽ ഇത് ചെയ്യുന്നുണ്ട്. അവർ കേസിന് പോയി അത് നിരോധിക്കണം എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടായപ്പോൾ അതിൽ ഇടപെടാതെ മാറി നിൽക്കുന്നതാണ് ഉണ്ടായത്. ഞങ്ങൾ തന്നെ നേതൃത്വം കൊടുക്കുന്ന സംഘടന ഈ പുരുഷ ചേലാകർമ്മത്തിൽ അവർ 18 വയസ്സിന് ശേഷം അവർ വേണേൽ ചെയ്തത് കുട്ടികളിലുള്ളത് നോൺ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിരോധിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ട് അത് കോടതി അത് പരിഗണിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അവർക്കത് തൊടാൻ പേടിയായിരുന്നു. ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പൊ സ്ത്രീക്കും പുരുഷനും ഇത് ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. ശ്രീ ആരിഫ് ഹുസൈൻ, ഇവിടെ പരാതിക്കാരൻ അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യ സൃഷ്ടിയെപ്പറ്റി ഖുറാനിൽ പ്രതിപാദിക്കുന്നത് മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. മനുഷ്യ സൃഷ്ടിയിൽ ഒരു കുഴപ്പവും കാണാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഖുറാനിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചേലാകർമ്മം ദൈവനിഷേധവും ദൈവനിന്ദയുമാണ് എന്നും ബാലാവകാശങ്ങളുടെ ലംഘനമാണ് എന്നും കാണിച്ചിട്ടാണ് ഇദ്ദേഹം ചൈൽഡ് ലൈൻ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് പോലും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൃത്യമായ നടപടി ഉണ്ടാകേണ്ടതാണ്. ഇതൊരു പ്രാകൃത ആചാരമാണ് എന്ന് മുദ്രകുത്തി സതി നിർത്തലാക്കിയതുപോലെ ചേലാകർമ്മം നിർത്തലാക്കേണ്ടതുമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ ഇതിൽ പ്രശ്നം നമ്മൾ മതത്തിലുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ മതത്തിൽ അങ്ങനെ ഇല്ല, അത് ദൈവനിന്ദയാണെന്ന് പറയുമ്പോൾ അതിന് അടിസ്ഥാനമില്ല. അതാണ് അതിന്റെ പ്രശ്നം. ഇസ്ലാമിൽ അത് പറയുന്നുണ്ട്. ഒരു കാര്യം സുന്നത്താവുന്നു എന്ന് പറയുന്നത് മുഹമ്മദ് നബി അത് ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നതിന്റെ പേരിൽ മുഹമ്മദ് നബിയും അത് ചെയ്യുന്നു എന്നുള്ളതിന്റെ പേരിലൊക്കെ തന്നെയാണ്. അപ്പോൾ മുഹമ്മദ് നബി ജന്മനാ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനാണ് എന്നുള്ളതും കൂടിയാണ് അവിടെ പറഞ്ഞൊക്കെ വെക്കുന്നത്. പക്ഷെ അതിനൊന്നും വസ്തുതയൊന്നുമില്ല. അത് ജന്മനാ ചേലാകർമ്മം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു രോഗാവസ്ഥയാണ്. അപ്പോസ്തിയ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ മുഹമ്മദ് നബിക്ക് ഒരു രോഗം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അതേ രോഗം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരിക്കലും സുന്നത്താവില്ലല്ലോ. അത് വേറൊരു വിഷയമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇസ്ലാമിക കിതാബുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന വിഷയമാണ്. സ്ത്രീകളുടേതടക്കം എവിടെയാണ് മുറിച്ച് കളയേണ്ടത് എന്നതടക്കം എഴുതി വെച്ചിട്ടുള്ള കിതാബുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഖുർആനിൽ മാത്രം നോക്കിയിട്ട് ചെയ്യുന്നത് ശരിയല്ല. ഇസ്ലാമിലെ നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ ഖുർആൻ മാത്രമല്ല, അത് ഹദീസും അതുപോലെ ഇജ്മാവും കിയാസും എല്ലാം കടന്നു വരുമ്പോഴാണ് ഇസ്ലാമിലെ നിയമ സംവിധാനമൊക്കെ നമ്മൾ വിളിക്കുക. അപ്പൊ ഖുർആൻ മാത്രം പൊക്കി നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിസ്കരിക്കാൻ പോലും നമുക്ക് കഴിയില്ല, നോമ്പെടുക്കാൻ നമുക്ക് കഴിയില്ല, ഹജ്ജ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാരണം ഇതൊക്കെ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ ചെയ്യണം എന്ന് അറിയണമെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ നോക്കണം. അപ്പൊ അത് വിശ്വാസികളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് ഖുർആനിൽ ഇല്ലാത്തതുകൊണ്ട് അത് നിയമത്തിലില്ല എന്ന് പറയുന്നത്. അങ്ങനെയല്ല അതിന്റെ രീതി. പക്ഷെ ഇതിപ്പോ അന്ധവിശ്വാസമാണോ അല്ലെങ്കിൽ ഒരു ദുരാചാരമാണോ എന്നൊക്കെ പറയാൻ ഇത് ഖുർആനിന്റെ ആവശ്യമൊന്നുമില്ല. അതൊരു മോഡേൺ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും അടിസ്ഥാനമായിട്ട് പറയാവുന്നത് ഇത് കുട്ടികളുടെ റൈറ്റ്സിന് മേലുള്ള ഒരു വയലേഷനാണ്. ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണിത്.
അത് ബാലാവകാശത്തിന്റെ ഒരു ലംഘനം തന്നെയാണ്. കാരണം അവരുടെ അനുവാദമില്ലാതെ, ഒരു മെഡിക്കൽ ആവശ്യം പോലും ഇല്ലാതെ, ഒരു എമർജൻസി ഇല്ലാതെ ഇത് മുറിച്ചു കളയാന്ന് പറയുമ്പോൾ ഇത് നഖം വെട്ടുന്ന പോലെ, മുടി വെട്ടുന്ന പോലെ അല്ല. ഇതൊരു ഫങ്ഷണൽ ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതിനെയാണ് ഈ മുറിച്ചു കളയുന്നത്. മാത്രമല്ല കനേഡിയൻ, ഓസ്ട്രേലിയൻ, ഡച്ച് പോലെയൊക്കെയുള്ള പല രാജ്യങ്ങളിലെയും ഒഫീഷ്യൽ ബോഡീസ്, പീഡിയാട്രിക് ബോഡീസ് ഇതിന് ഒരു തെളിവുമില്ല, ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണമില്ല എന്ന് വരെ സ്ഥാപിച്ചിട്ടുള്ള ഒരു നിലയ്ക്കാണ് ഇന്നും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കാം. ശ്രീ ആരിഫ് ഹുസൈൻ തുടരുക. അനഖയിലേക്ക് പോവുകയാണ്. അനഖ, ഈ പരാതിയിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ദിവസങ്ങളായി പരാതി നൽകിയിട്ട് ദിവസങ്ങളും മാസങ്ങളും കഴിയുന്നു, എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഒരു തണുപ്പൻ പ്രതികരണമാണ് ലഭിക്കുന്നത്. എന്താണ് അദ്ദേഹം ഇതേക്കുറിച്ച് ചൂണ്ടിക്കാട്ടുന്നത്? ഒപ്പം ചൈൽഡ് ലൈൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം എന്താണ്? രാഖി, കൃത്യമായി തന്നെ ഈ പരാതിക്ക് ഒരു മറുപടി ഈ ചൈൽഡ് ലൈൻ കമ്മീഷൻ ഈ ആൾക്ക് നൽകിയിട്ടുണ്ട്. ആ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മറുപടിയിൽ പറയുന്ന കാര്യങ്ങളാണ് ഏറെ വിചിത്രമായി തോന്നുന്നത്. അതായത് ഈ താങ്കൾ സമർപ്പിച്ചിട്ടുള്ള പരാതി വിഷയം കമ്മീഷന്റെ അധികാര പരിധിക്ക് പുറത്തായതിനാൽ പരാതി 2012 കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചട്ടത്തിലെ 28 പ്രകാരം പ്രഥമ ദൃഷ്ട്യാ തള്ളിക്കൊണ്ട് ഉത്തരവിറക്കുന്നു. അതായത് ഒറ്റ വാക്കിൽ തന്നെ താങ്കൾ കൊടുത്തിരിക്കുന്ന പരാതി അത് ബാലാവകാശ കമ്മീഷൻ തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനുള്ള ഒരു മറുപടി അതിൽ മാത്രം ഒതുക്കുകയാണ്. ഇതിന്റെ കൃത്യമായൊരു തലം പഠിക്കുക, അത് കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുക, കുട്ടികളുടെ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം, അവർക്ക് സംരക്ഷണം ഒരുക്കേണ്ട ഉത്തരവാദിത്തം, അതൊക്കെ ബാലാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. പക്ഷേ അവരെടുത്തൊരു നിലപാട്, ഇത്തരത്തിലൊരു വിഷയത്തിൽ അവരെടുത്ത നിലപാട് അത് തങ്ങളുടെ അധികാര പരിധിയിലല്ല. അതുകൊണ്ട് താങ്കളുടെ പരാതി അത് തങ്ങൾ തള്ളിക്കളയുന്നു. അതോടെ അവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും തീർന്നു. അവർ ഈ വിഷയത്തിൽ അവരെടുക്കുന്ന നിലപാട് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പരാതി കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യത്തെ പോലും അവർ അന്വേഷിച്ചില്ല എന്നതാണ് വസ്തുത. ഇത്തരത്തിൽ നിരന്തരം ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ ചേലാകർമ്മത്തിനിടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കാക്കൂരിൽ വെറും 2 മാസം പ്രായമായ കുഞ്ഞാണ് ചേലാകർമ്മത്തിനിടെ മരണപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുഞ്ഞിന് ഈ മാസം തികയാതെ പ്രസവിച്ചൊരു കുഞ്ഞായിരുന്നു. എന്നിട്ട് പോലും ആ കുഞ്ഞിന് ചേലാകർമ്മം നടത്തി. അതിന്റെ ഭാഗമായി ആ കുഞ്ഞ് മരണപ്പെട്ടു. ഇത് കോഴിക്കോട് ജില്ലയിൽ മാത്രം നടന്നൊരു സംഭവമല്ല, ഇടുക്കിയിൽ നടന്നിട്ടുണ്ട്, മറ്റു പല ജില്ലകളിലും ഈ സംഭവം നടന്നിട്ടുണ്ട്. ഇത് നിരന്തരം ആവർത്തിക്കുന്ന ഒരു സംഭവമായി മാറിയിട്ട് പോലും ബാലാവകാശ കമ്മീഷൻ ഇത് കൃത്യമായി ആ പരാതിക്ക് മേൽ ഇതിൽ കൃത്യമായ ഒരു പരിശോധന തങ്ങൾ നടത്തട്ടെ, ഇതിനെക്കുറിച്ച് പഠിക്കട്ടെ എന്നതടക്കമുള്ള ഏതെങ്കിലും തരത്തിലൊരു മറുപടിയാണ് നൽകിയിരിക്കുന്നതെങ്കിൽ നമുക്ക് അവർ ഇതിനെക്കുറിച്ചൊരു അന്വേഷണമെങ്കിലും നടക്കുമെന്നൊരു പ്രതീക്ഷ വെക്കാമായിരുന്നു. പക്ഷേ ബാലാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഇത് തങ്ങളുടെ പരിധിയിൽ വരില്ല, അത് തങ്ങൾ തള്ളിക്കളയുകയാണ്. ഈ പരാതി തങ്ങൾ തള്ളിയിരിക്കുന്നു. അതായത് അങ്ങനെ ഒരു പരാതി ബാലാവകാശ കമ്മീഷൻ തള്ളിയാൽ ഇനി അതിനെക്കുറിച്ചൊരു നടപടിയും ഉണ്ടാവില്ല, അതിനെക്കുറിച്ചൊരു അന്വേഷണവും ഉണ്ടാവില്ല, അത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അത് അവിടെ തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ. മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഖുറാനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ മനുഷ്യനെ ഏറ്റവും നല്ല സൃഷ്ടിയായി ആണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്, അതിൽ മറ്റ് മാറ്റങ്ങൾ വരുത്താൻ പാടില്ല എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത് ഇത്തരത്തിൽ ചേലാകർമ്മം നടത്തുന്നത് ഖുറാൻ ലംഘനമല്ലേ, ഈ ഖുറാൻ വചനങ്ങൾ പറയുന്നതിലെ ലംഘനമല്ലേ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ നിരന്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ചെയ്യുന്നത് കൊണ്ട്, ചേലാകർമ്മം നടത്തുന്നത് കൊണ്ട് ഏറ്റവും നല്ല കാര്യമാണ്, അത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി നുസ്രത് ജഹാനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ശ്രീ നുസ്രത് ജഹാൻ, ഇവിടെ 2 മാസം മാത്രം പ്രായമായ കുഞ്ഞാണ് ചേലാകർമ്മത്തിന് വിധേയമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം ഈ കുഞ്ഞ് മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞ് മാസം തികയാതെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം കെയർ ചെയ്യും, കുടുംബം കെയർ ചെയ്യും, ആശുപത്രി അധികൃതർ കെയർ ചെയ്യും എന്ന കാര്യത്തിലൊക്കെ നമുക്ക് വ്യക്തതയുള്ള കാര്യമാണ്. ആ കുഞ്ഞിനെയാണ് ചേലാകർമ്മത്തിന് വിധേയമാക്കി ഇപ്പോൾ മരണത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ചേലാകർമ്മം എന്ന് പറഞ്ഞ ഒരു സംഗതി ഇസ്ലാമിന്റെ ഒരു സുന്നത്താണ്. ആക്ച്വലി സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാന്നുള്ളതാണ്. അതിന് കുറെ മാനദണ്ഡങ്ങളുണ്ട്. ആരോഗ്യവാനായ ഒരു കുട്ടി അല്ലെങ്കിൽ ആ കുട്ടി വലുതാവുന്നവരെ കാത്തിക്കുന്നവരെ 10 വയസ്സ് വരെ പോയ കഥകളൊക്കെ നമ്മളെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനൊന്നും ആർക്കും തർക്കിക്കാനൊന്നും നമ്മളോട് വരാൻ പറ്റില്ല. അപ്പൊ ആരോഗ്യം ഒരു വലിയ വിഷയമാണ് ഇതിലെ.
അപ്പൊ ഇത്രയും പ്രായം തികയാത്ത ഒരു കുട്ടീനെ കൊണ്ടുപോയി ചേലാകർമ്മം ചെയ്യാൻ മതഭ്രാന്ത് തന്നെ മാത്രമേ അതിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ കേസ് എടുക്കാതെ ഇവർക്ക് ഈ ഒരു സംഗതിയിൽ കേസ് എടുക്കാൻ എന്തുകൊണ്ട് വീട്ടിലെ പ്രസവം, ചേലാകർമ്മം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഗവൺമെന്റ് ഇതിന് ഇടപെടാത്ത? കാരണം ഇത് ഹ്യൂമൻ റൈറ്റ് ആണ്. ഒരു മനുഷ്യന്റെ അവകാശങ്ങളാ. നമ്മളെ രാജ്യത്ത് ഒരു ഡെഡ് ബോഡിക്ക് പോലും ഒരു അവകാശങ്ങളുള്ള ഡെമോക്രസിയിൽ ജീവിക്കുന്ന നമുക്ക് ഒരു പിഞ്ചു കുഞ്ഞിന്റെ മരണത്തിനിടയാക്കിയ കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ. മതേതരം സംസാരിച്ച് നടക്കുന്ന കേരളത്തിൽ എന്താണ് മതേതരത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ, ഡെമോക്രസി അനുസരിച്ചുള്ള കാര്യങ്ങൾ, മുസ്ലിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കുമ്പോൾ അത് എതിർക്കുക എന്നുള്ള അവിടുത്തെ ഭരണപക്ഷവും എതിർപക്ഷവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒത്താണ് അതിന് പോണത്. അവിടെ അവർക്ക് ഒരു വ്യത്യാസവും ഇല്ല പാർട്ടിയിൽ. ബിക്കോസ് ഈ മുസ്ലിം സംഘടനകളൊക്കെ വോട്ടാണ് ഇവരെ പ്രശ്നം. 30% മുസ്ലിങ്ങളെ വോട്ട് ഇവർക്ക് കിട്ടണമെങ്കിൽ രണ്ട് കൂട്ടരും അതിൽ ഒന്നിച്ചു നിന്ന് സുഖിപ്പിക്കുക എന്നുള്ള മാത്രമാണ്. കാരണം ഈ മതഭ്രാന്തന്മാർ തന്നെയാണല്ലോ ഇപ്പൊ ഈ സംഘടനകൾ എന്ന് പറയണേ. അവര് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി അവർ പ്രതികരിക്കോ ഈ പണ്ഡിതന്മാര്? ആരെങ്കിലും തലയിലെ തുണി പോയോ, ഏതെങ്കിലും വയസ്സായ ഉമ്മ ടൂറ് പോയോ, ഇതെല്ലാം കാര്യങ്ങളാ നോക്കുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഒരു ദേശീയത പോലും അവർക്ക് പ്രശ്നമില്ല. അപ്പൊ അവര് ഒന്നാവും. ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ അതാണ് സുഖിപ്പിക്കാൻ ചേലാകർമ്മം അത് മുസ്ലാമില്ല. അപ്പൊ അത് ഇസ്ലാമിനെ വ്രണപ്പെടുത്തിയതുപോലെയാണ് ഈ പണ്ഡിതന്മാരും ഈ പാർട്ടിക്കാരൻ കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ്, കോൺഗ്രസ് കാണുന്നത്. ഇവിടെ വേണ്ടത് നമുക്ക് മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണനയാണ്. ഹ്യൂമൻ റൈറ്റിന് ലോക സംഘടനകൾ വരെ മുന്നോട്ട് വരുന്ന കാലഘട്ടമാണെന്ന് ഇവർ മറക്കരുത്. കേരളം ഒരു പ്രത്യേക രാജ്യമൊന്നുമല്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമാണ്, ഒരു രാജ്യത്തിന്റെ ചെറിയൊരു സംസ്ഥാനം മാത്രമാണെന്നുള്ളത് ഈ സംഘടനകൾ മറക്കാണ്ടിരിക്കുക. ഇതുപോലുള്ള സംഗതികൾ ശക്തമായി എതിർക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നന്ദി ശ്രീമതി നുസ്രത് ജഹാൻ പ്രതികരിച്ചതിന്. നമുക്കൊപ്പം ചേരുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചറാണ്. ടീച്ചർ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് കാണും, തീർച്ചയായും ശ്രദ്ധയിൽപ്പെട്ട് കാണും. 2 മാസം മാത്രം പ്രായമായ കുഞ്ഞാണ് ചേലാകർമ്മത്തിന് വിധേയമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഞങ്ങളുടെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നേരത്തെയും സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പലതും പുറത്തറിയുന്നില്ല എന്ന് മാത്രം. 69 ദിവസം മാത്രം പ്രായമായ ഒരു കുഞ്ഞ് ബ്ലീഡിങ്ങിനെ തുടർന്ന് മരിച്ചിരുന്നു. ഇതൊക്കെ എത്രത്തോളം ചർച്ചയാകുന്നുണ്ട് എന്നത് നാം കൂടുതൽ ചർച്ചയ്ക്ക് ആധാരമാക്കേണ്ട വിഷയമാണ്. എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഇതൊക്കെ നിർത്തലാക്കേണ്ട സമയം കഴിഞ്ഞില്ലേ ടീച്ചർ? ഇപ്പോ ഇതുവരെ പറഞ്ഞ റിപ്പോർട്ടുകൾ അവിടെ തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കാരണം മതം ഭ്രാന്തായി പലപ്പോഴും പലർക്കും മാറിയേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ പൊതുസമൂഹമാണ് അത് ഇടപെട്ട് തിരുത്താറുള്ളത്. ഇവിടെ 2 മാസം പ്രായമായ കുട്ടിയെ, ഇപ്പൊ ഞാൻ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് താമസിക്കുന്നത്. എന്റെ അറിവിൽ 2 മാസം പ്രായമായ കുട്ടികൾക്കൊന്നും ഇവിടെ ഞാൻ തിരിച്ചു കണ്ടിട്ടില്ല. അപ്പൊ ചിലരുടെ അടുത്ത് അത് മതം ഭ്രാന്തായിട്ട് മാറുക. അങ്ങനെ മതം ഭ്രാന്തായി മാറുന്ന അവസ്ഥയിൽ പൊതുസമൂഹം ഇടപെട്ട് തിരുത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിച്ചിരുന്നെങ്കിൽ ഇത് തുടരുമായിരുന്നില്ല. പക്ഷെ ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ പലതും പറയാൻ മടിയോ പേടിയോ ആണ് സമൂഹത്തിന്. ഇപ്പൊ ഹൈന്ദവ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ നമുക്കറിയാം, ചെട്ടിക്കുളങ്ങര ആചാരവും ഒക്കെയായി ബന്ധപ്പെട്ട് ചെറിയ ചൂരൽക്കുത്ത് നടത്തുന്നതിനെതിരെ പോലും കേസ് കൊടുക്കാനും ബഹളം വെക്കാനും നോട്ടീസ് കൊടുക്കാനും ഒക്കെ ആളുണ്ടായിരുന്നു. അത് ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ട് ടീച്ചർ. കേൾക്കുന്നുണ്ടല്ല. അപ്പോ അത്തരം കാര്യങ്ങളിൽ പോലും, അതേപോലെ തന്നെ ഒരു ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് ഒരു ആലില കൃഷ്ണന്റെ വേഷത്തിൽ കുട്ടിയെ നിർത്തി കുട്ടിയെ ആസ്വദിച്ച് ചെയ്ത കാര്യമാണ്. അതിനെതിരെ പോലും ബാലാവകാശ കമ്മീഷൻ ഇടപെടുകയും അല്ലെങ്കിൽ മറ്റുള്ളവർ കേസ് കൊടുക്കുകയും അത് വലിയ ബഹളമാക്കി മാറ്റുകയൊക്കെ ചെയ്യും. ഇപ്പോ മഹാരാഷ്ട്രയിലും കണ്ട് ബീഫ് നിരോധിച്ചു എന്നൊരു പേരിൽ കേരളത്തിലെ തെരുവോരത്ത് മുഴുവനെ ബീഫ് വെച്ച് കഴിച്ച് അർമാദിച്ച് നടന്നു. റോട്ടിലിട്ട് ജീവനുള്ള കാളക്കുട്ടിയെ അറുത്തു. ഇതൊക്കെ പ്രതിഷേധമായിരുന്നു. 23 സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധനം സ്വാഭാവികമായി ഉള്ളത്. അപ്പൊ ആരോടുമുള്ള വാശി തീർക്കാനെന്ന മട്ടില് ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും ഇവരെല്ലാം അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ അർമാദിച്ച് ആ എതിർപ്പുകൾ കാണുമ്പോൾ ഒരുതരം ഭ്രാന്തമായ എതിർപ്പായിരുന്നു അതിനൊക്കെ. അതേസമയം ഇത് ന്യായമായ കാര്യങ്ങളാണ്. കാരണം പിഞ്ചു കുട്ടികളുടെ അവകാശങ്ങളെയാണ് ധരിക്കപ്പെടുന്നത്. ആചാരം വേണോ വേണ്ടയോ അത് അവർ തീരുമാനിച്ചത്. കാരണം അവരുടെ കുട്ടികളാണ്. അത്തരം കാര്യങ്ങളിൽ എനിക്ക് തലയിടാൻ അറിയില്ല.
പക്ഷെ വലിയ തോതിൽ പ്രചരിപ്പിച്ചു ഇത് ചെയ്യുന്നതുകൊണ്ട് എന്തോ ഗുണമുണ്ട്, അവനവൻ ചെയ്തതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ പ്രചരിപ്പിക്കുന്ന ഫോസ്ഫേറ്റ് ക്യാൻസർ വരാതിരിക്കാൻ ഇത് നല്ലതാണ്, അല്ലെങ്കിൽ ശുദ്ധി അപ്പൊ അല്ലെങ്കിൽ അവർ മാത്രമാണ് ശുദ്ധിയായി ജീവിക്കുന്നത്, ബാക്കി ഇവിടെ ഉള്ള പുരുഷന്മാരൊക്കെ അശുദ്ധിയായോ അല്ലെങ്കിൽ വൃത്തികേടായിട്ടോ ജീവിക്കുന്നവരാണെന്നോ, അല്ലെങ്കിൽ അവര് വളരെ അത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുമ്പോൾ അവിടെയാണ് അറപ്പ് തോന്നുന്നത്. ആ പ്രചരണം കേൾക്കുമ്പോഴാണ് അറപ്പ് തോന്നുന്നത്. അവനവന്റെ ആചാരവുമായി അവനവൻ മുന്നോട്ട് പോവുക എന്നതിനപ്പുറത്തേക്ക് അതെന്തോ ദിവ്യമാണ്, കേമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുള്ള ശാസ്ത്രീയതയും അതിന്റെ ഡോക്ടറെ കൊണ്ട് പറഞ്ഞു, ഇനി നാസേന്ന് ഫോട്ടോ എടുത്ത് പറഞ്ഞോ നമുക്കറിയില്ല, അത്തരമുള്ള ചില വാദങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോഴും ഇവിടെ പുരോഗമനം പറയുന്ന, നവോത്ഥാനം പറയുന്ന സംഘടനകളും രാഷ്ട്രീയക്കാരും ഉണ്ട്. പക്ഷെ അവര് ഭയക്കുന്നു. ഈ പറഞ്ഞത് ഹിന്ദു സമൂഹത്തിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ കൊടിയും വടിയെടുത്ത് ഇവർ നടക്കുമായിരുന്നു. നമുക്കറിയാം തൃശ്ശൂർ ജില്ലയില് ഒരു ഗുരുവന്ദനം നടത്തിയതിന് ഒരു വിദ്യാലയത്തില് കുട്ടികൾ അവരവരുടെ ക്ലാസ് ടീച്ചറുടെ കാല് തൊട്ടൊന്ന് വന്ദിച്ചു മറ്റേ ഗുരുപൂർണിമ ദിവസം കാല് തൊട്ടൊന്ന് വന്ദിച്ചു എന്നതിന്റെ പേരില് യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, DYFI ഈ 3 സംഘടനകളും കൊടിയെടുത്ത് അങ്ങോട്ട് പോയി കേസ് കൊടുത്തു. ഇതൊക്കെ നടന്നു. ഇത് നടന്ന കേരളത്തിൽ എന്തുകൊണ്ട് ഇവിടെ നേരത്തെ 2 സംഭവങ്ങളുണ്ട്. അതൊരു 3-4 ദിവസം നമ്മൾ ഇതേമാതിരി പേടിയില്ലാത്തവർ ചർച്ച ചെയ്യുന്നു, ബാക്കിയുള്ളവർ അതിൽ വന്നുകൂടുന്നില്ല. അതിന്റെ ബാക്കിയാണ് ഇത് നടന്നത്. അപ്പോ ഈ സമൂഹമാണ് ഇതിൽ ഈ മതഭ്രാന്ത് സൃഷ്ടിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മതത്തെ വളരെ എന്താ പറയണ്ടേ, പുരോഗമനപരമായ വിധത്തിൽ മാറ്റാൻ അവരിൽ തന്നെ കഴിവുള്ളവരുണ്ട്. പക്ഷേ അവർക്ക് വോയിസ് ഇല്ല, അവരോടൊപ്പം നിൽക്കാൻ ആളുകളില്ല. ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ ചെയ്യുന്നവരെ തിരുത്താനും ആളില്ല. അതുകൊണ്ട് പാവം കുട്ടികൾ എന്നേ നമുക്ക് പറയാനുള്ളൂ. 2 മാസം മാത്രം പ്രായമായ ഒരു കുട്ടിയൊക്കെ ഇത്തരത്തിൽ മൃഗീയമായി കൊല്ലപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനെ അവർ ബാലൻസ് ചെയ്യാൻ പറയുന്ന കാതുകുത്തുന്നില്ലേ? കാതുകുത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒരുപോലെ. കാതുകുത്തിന്റെ മഹിമ പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ കുത്തിക്കാനോ ഒന്നുമില്ല. ഇനിയിപ്പോ ഒരു കുട്ടി കുത്തിയില്ല എന്ന് പറഞ്ഞു ഒരു ഹിന്ദു സമൂഹം ഒരാളും ഒരു അമ്പലത്തിൽ കയറ്റാതിരിക്കുക അല്ലെങ്കിൽ ആ കുടുംബത്തെ ഊരിവലിക്കുക ഒന്നും ചെയ്യില്ല. കാതുകുത്താത്ത എത്രയോ കുട്ടികൾ നടക്കുന്നുണ്ട്. അപ്പൊ ആൺകുട്ടികളൊന്നും ഇപ്പൊ കുത്തുന്നില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ എല്ലാ ആൺകുട്ടികളും കാതുകുത്തിയിരുന്നു. ഇപ്പൊ കാത് കുത്തുന്നില്ല. അപ്പൊ ഇതൊക്കെ കുത്തിയാൽ കൊള്ളാം, കുത്തിയിലേക്ക് കൊള്ളില്ല എന്നതിനപ്പുറത്തേക്ക് ഇതൊന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഹൈന്ദവ സമൂഹത്തിൽ ഇല്ല. എന്നതിന് സമീകരിക്കാൻ വേണ്ടിയിട്ട് കാത് കുത്തുന്നില്ലേ, അത് ബാലാവകാശ ലംഘനമല്ലേ, ഇത്തരമുള്ള ചില ഒടക്കുകൾ വെച്ചുകൊണ്ട് ഇതിനൊപ്പം നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിനെ കുറ്റപ്പെടുത്താൻ അവരുടെ പുരോഹിതർ മുന്നോട്ട് വരുന്നില്ല, പൊതുസമൂഹവും മുന്നോട്ട് വരുന്നില്ല. അത് വരാത്തിടത്തോളം കാലം ഇത് ഇനിയും പലയിടത്തും ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്ന് മാത്രമാണ് പറയാം. ടീച്ചർ, അതുപോലെ തന്നെ ഇത്രയും ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ട് പോലും കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും നായികമാരും ഒന്നും വായ തുറക്കുന്നില്ല എന്നതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. അത് നമ്മൾ സാധാരണ ഇതിൽ ഒരാളെ ഒന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് 2 കാര്യം കൊണ്ടാണെന്ന് പറയും. അത് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് എന്നാണ് പറയുക. നമുക്കൊരു കാര്യം ചെയ്യാനുള്ള പ്രേരണ 2ആണ്. ഒന്ന് നമുക്ക് റിവാർഡ്സ് കിട്ടുമെന്നുള്ളത്, മറ്റൊന്ന് പണിഷ്മെന്റിനുള്ള ഭയം. ഇത് 2 ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർക്കുണ്ട്. ഹിന്ദു സമൂഹത്തിന്റെ മേലാണ് അവർ പാഞ്ഞു കയറിയതെങ്കിൽ അവർക്ക് റിവാർഡ്സ് കൊണ്ട് അവരെ പിന്നെ അവർക്ക് മതിയാവോളം അവർക്ക് കിട്ടും. അവാർഡുകളും റിവാർഡുകളും അവരെ അകത്ത് വന്ന് നിറയും, ബാങ്ക് ബാലൻസും കൂടും. അതേസമയം ഇസ്ലാമിക സമൂഹത്തെ ആണെങ്കിൽ പണിഷ്മെന്റ് മാത്രമാണ് കിട്ടാനുള്ളത്. അപ്പൊ ആ പണിഷ്മെന്റ് എന്തിനാണ് കൊടുക്കുന്നത്? ഒരു കാര്യത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാണ്. ഒരു ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് പണിഷ്മെന്റുകൾ ചെയ്യുക. അപ്പൊ ഇസ്ലാമിക സമൂഹത്തെ പറ്റി പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് പണിഷ്മെന്റുകൾ മാത്രമാണ്. ഒരു വാക്കിന് ഒരു അധ്യാപകന്റെ ഒരു കൈയും ഒരു കാലും ഛേദിക്കപ്പെട്ട അവസ്ഥയാണല്ലോ കേരളത്തിലുള്ളത്. ഇത് ഭയന്നുകൊണ്ട് എഴുത്തോ എന്റെ കഴുത്തോ എന്ന് ചോദിച്ചാൽ ഇവർക്കൊക്കെ വേണ്ടത് കഴുത്തു മാത്രമാണ്. അതുകൊണ്ട് പണിഷ്മെന്റിനെ ഭയന്ന് ഇവരാരും ഇസ്ലാമിക സമൂഹത്തിൽ നടക്കുന്ന ഒരു അനീതിക്കെതിരെയും അവരാരും ചോദ്യം ചെയ്യില്ല. പക്ഷെ ഹൈന്ദവ സമൂഹത്തിൽ ഇല്ലാത്ത അനീതികൾ കണ്ടെത്തിക്കൊണ്ട്, കാരണം ഹൈന്ദവ സമൂഹത്തിൽ ഒന്നിനും നിർബന്ധമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്തില്ല എന്ന് വിചാരിച്ച് ഒരാളും അതിനെപ്പറ്റി കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. ചേലാകർമ്മത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞു മരിച്ച സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ മണിക്കൂറിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും BJP പ്രവർത്തകർ ഇന്നും കാക്കൂർ കോഓപ്പറേറ്റീവ് ക്ലിനിക്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇതിനിടെ മാർച്ചിനെ തുടർന്ന് ക്ലിനിക്ക് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊക്കെ കാര്യങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കേണ്ടതാണോ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് പരാതിക്കാരൻ ചൈൽഡ് ലൈൻ കമ്മീഷന് നടപടി എടുത്തില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ബാലുശ്ശേരി സ്വദേശി അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലിയാണ് ഇത് ഇസ്ലാമികമല്ല എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ക്ലിനിക്ക് അടച്ചുപൂട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ കുഞ്ഞിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടോ, കുഞ്ഞ് അവസാനം ജീവൻ വെടിയേണ്ട അവസ്ഥ എത്തി. ഈ ഘട്ടത്തിൽ കാബ സുരേന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ കാബ സുരേന്ദ്രൻ, ഇവിടെ 2 മാസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ ജീവിക്കാനുള്ള അവകാശമാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തോട് താങ്കൾ പ്രതികരിക്കുന്നത്? ലഭിച്ച കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ ചൈൽഡ് ലൈൻ കേസെടുക്കുന്നില്ല എന്ന് പറയുന്നു. ചൈൽഡ് ലൈൻ കമ്മീഷനെ നിയമിക്കുന്നത് സർക്കാരാണല്ലോ. ഇപ്പൊ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. അപ്പോ
എല്ലാത്തിലും രാഷ്ട്രീയം കാണുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രീതി എന്നുള്ളത് കൊണ്ടാണ് അവർ കേസെടുക്കാത്തത്. അതേസമയം രാഷ്ട്രീയമായി അവർക്ക് വിരോധമുള്ള ഏതെങ്കിലും ഒരു സമൂഹത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ സംഭവമാണെങ്കിൽ അവരുടൻ അഗ്രസീവായിട്ട് കേസെടുക്കും. അതാണ് ഒരു രീതി. രാഷ്ട്രീയമാണ് ഇതിനെല്ലാം സർക്കാർ കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ് കേസെടുക്കാത്തത്. മറ്റൊന്ന്, ഈ വിഷയത്തെ സംബന്ധിച്ച് 2 മാസം പ്രായമേ ഉള്ളൂ എന്ന് ആ കുഞ്ഞിനെന്ന് പറയുമ്പോൾ ഏത് പ്രായത്തിലാണ് ഇതിനെയൊക്കെ ആ കുഞ്ഞിന്റെ അവകാശം ആരാണ് പരിഗണിക്കേണ്ടത്? ഇപ്പോ കേരളത്തിൽ വലിയ ചർച്ചയാണല്ലോ, എന്താണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം വേണം, സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തെ കുറിച്ച് എല്ലാവരും വാചാലരാകുന്നുണ്ട്. പക്ഷെ അത് ഏത് അന്ധവിശ്വാസത്തെ, ആരുടെ അന്ധവിശ്വാസത്തെ എന്നുള്ളതും ഏതാണ് അന്ധവിശ്വാസം എന്നുള്ളതൊക്കെ ഒരു വിഷയമാണ്. ഇത് സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ പറഞ്ഞു നടക്കാറുണ്ട്, MLA-മാരും ഒക്കെ. ഈ സയന്റിഫിക് ടെമ്പറിന് ഇത് ഏത് ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ് 2 മാസം പ്രായമായ ഒരു കുഞ്ഞിന് ഇങ്ങനെ അനസ്തേഷ്യ കൊടുക്കാൻ, 2 മാസം പ്രായമായ കുഞ്ഞിന് അനസ്തേഷ്യ കൊടുക്കാൻ വിധിയുണ്ടോ? എനിക്കറിയില്ല. അത് വൈദ്യന്മാർ, ഡോക്ടർമാരോട് ചോദിക്കേണ്ട കാര്യമാണ്. അത് മറ്റൊരു കാര്യം. അതിലുപരി ഇത് ശാസ്ത്രീയമാണ് എന്നുള്ളതിന് എന്താണ് തെളിവ്? അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ എല്ലാ ആൾക്കാരും ഇത് ചെയ്യേണ്ടതല്ലേ? അപ്പോൾ ഇത് ഒരു മതത്തിന്റെ ഭാഗമായിട്ട്, മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടാണെങ്കിൽ അതിനെ ആ നിലയിൽ കാണുന്നതിന് പകരം അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതായിരുന്നില്ല സർക്കാർ. അതുകൊണ്ടാണ് കേസെടുക്കാത്തത്. അപ്പോൾ ഈ ശാസ്ത്രീയമാണ് എന്നൊക്കെ ഇവർ പറയുന്നു എന്നല്ലാതെ ഇത് തന്നെയല്ല. കുറച്ചുകൂടെ പിന്നോട്ട് പോയാൽ ചരിത്രപരമായ ചില സംഭവങ്ങളും ഈ പശ്ചാത്തലത്തിൽ പരിശോധിക്കേണ്ടതാണ്. 1921 ഈ പറയുന്ന മലപ്പുറം അടങ്ങുന്ന പ്രദേശത്ത്, കുറ്റ്യാടിയൊക്കെ അടങ്ങുന്ന പ്രദേശത്ത് നടന്ന മാപ്പിള കലാപത്തിൽ ചെയ്ത ഒരു പ്രവൃത്തി എന്തായിരുന്നു? പിടിച്ചുകൊണ്ട് പോകപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ ആൾക്കാരെ ബലമായി സുന്നത്ത് നടത്തുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊരു മതപരമായ ആക്രമണത്തിനുള്ള ഉപാധിയാക്കി ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് സുന്നത്ത് എന്നുള്ളത്. ഈ ശാസ്ത്രീയമോ ശാരീരിക ആവശ്യമോ എന്നുള്ളതിനുപരി മതപരമായ വേർതിരിവിന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഏർപ്പാടായിട്ട് വേണം ഇതിനെ കാണാൻ. ഇപ്പൊ ഈ പഹൽഗാമിൽ ആക്രമണം നടന്നപ്പോൾ ആ സമയത്തും കൊല്ലപ്പെടാനുള്ളവരെ തെരഞ്ഞെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വസ്ത്രം ഉരിഞ്ഞു നോക്കി സുന്നത്ത് നടത്തിയവനാണെങ്കിൽ മാറ്റി നിർത്തി, അല്ലാത്തവരെ കൊല്ലാൻ ഭീകരവാദികൾ ഉപയോഗിച്ചതും ഇതേ അടയാളം തന്നെയാണ്. അപ്പോ ഇത് ശാരീരികമോ ശാസ്ത്രീയമോ ആയ ഒരാവശ്യം എന്നുള്ളതിലുപരി അതിനപ്പുറം മതപരമായ ഒരു പിടിച്ചടക്കലും പിടിച്ചെടുക്കലും എന്നുള്ള തരത്തിലേക്കൊക്കെയാണ് ഈ കാര്യത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞാൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലർ പ്രസംഗിക്കുന്നുണ്ട്, മതപ്രസംഗകര്, അവരുടെ കൂട്ടത്തിലുള്ള മതപ്രസംഗകർ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, സമ്പൂർണമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യനായിട്ട് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈശ്വരൻ സമ്പൂർണനായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചതാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രക്രിയയുടെ ആവശ്യം എന്താണ്? ആ പൂർണ്ണത ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പല വശങ്ങളുണ്ട്. മതപരമായ അന്ധവിശ്വാസത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്, രാഷ്ട്രീയമായ വലിയ കൊള്ളരുതായ്മയുടെ ഒരു പശ്ചാത്തലം ഭീകരവാദികളെ സംബന്ധിച്ചുള്ള പശ്ചാത്തലത്തിൽ എടുക്കുമ്പോൾ അങ്ങനെ ഒന്നുണ്ട്. 3, ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ അനസ്തേഷ്യ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഇത്തരം കുഞ്ഞുങ്ങളിൽ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള പ്രശ്നമുണ്ട്. 4, ഇനി ഇത് വലിയ ശാസ്ത്രീയവും ആരോഗ്യത്തിന് ഗുണകരവും നല്ലതും ഒക്കെ ആണെങ്കിൽ പ്രായപൂർത്തിയായിട്ട് അവനവൻ സ്വയം തീരുമാനിക്കട്ടെ. ഈ 2 മാസം പ്രായമായ കുഞ്ഞിന്റെ ജീവൻ ബലി കൊടുത്തിട്ട് വേണമോ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. സർക്കാർ എന്തിനാണ് ഈ ചൈൽഡ് ലൈനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ശമ്പളം കൊടുത്ത് കുറെ പാർട്ടിക്കാരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടാണോ? അവര് മാന്യമായും നീതിയോടുകൂടിയും ഉത്തരവാദിത്വം നിർവഹിക്കാൻ കൊള്ളുന്നവരല്ലെങ്കിൽ അവരെ അത് പിരിച്ചുവിട്ട് തെരുവിലേക്ക് ഇറക്കി വിടണം. ചെറുതെന്നും പറഞ്ഞ് കുറെ ആൾക്കാരെ കയറ്റി കസേരയിലെത്തി കോടിക്കണക്കിന് രൂപ നാട്ടുകാരുടേത് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഏജൻസിയാണോ? അതല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങൾ മാത്രമല്ല, കുട്ടികളുടെ സംരക്ഷണം, കുട്ടികളുടെ അവകാശം എന്ന് പറയുന്നതിലുപരി കുട്ടികളുടെ സംരക്ഷണമാണ് പ്രധാനം. ആ സംരക്ഷണത്തിന് ഉതകുന്ന തരത്തിലാണോ ചൈൽഡ് ലൈനിന്റെ പ്രവർത്തനം, അതോ വെറും രാഷ്ട്രീയമാണോ അവർ ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കാനും ഇത്തരം സംഭവങ്ങൾ കാരണമാകേണ്ടതാണ്. നന്ദി ശ്രീ കാപ്പ സുരേന്ദ്രൻ വിഷയത്തോട് പ്രതികരിച്ചത്.